സുഹൃത്തുക്കളെ, ഇത് ആർ കെ രവി ടോക്സിൻ്റെ 50ാമത് എഡിഷനാണ്. ഇതൊരു പ്രത്യേക പതിപ്പായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. പലരുടെയും ഒരു സംശയ ദൂരീകരണത്തിന് കൂടി ആണ് ഇത്. ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ വെച്ച് ശ്രീമാൻ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുമായി സംസാരിക്കുന്ന ഫോട്ടോകളൊക്കെ എടുക്കുമ്പോൾ പലരും സംശയം ഉന്നയിക്കാറുണ്ട്. കൈതപ്പുറം ടെക്കോസ മെമ്പറാണോ, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചതാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കളാരെങ്കിലും പഠിച്ചിരുന്നോ എന്നൊക്കെ. അതിന്റെ ഒരു വിശദീകരണം കൂടിയാണ് ഈ എപ്പിസോഡ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കൈതപ്പുറം തിരുമേനി യൗവനകാലത്ത് തിരുവനന്തപുരത്ത് ഒരു അമ്പലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചിരുന്നവരും വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്നവരുമായ കുറച്ചുപേർ നമ്മുടെ 1970 ബാച്ചിൽ പെട്ടിരുന്നവരായിരുന്നു. അവർ താമസിച്ചിരുന്ന വീട് തന്നെ ശ്രീ എൻ ഗംഗാധരൻ, അദ്ദേഹം ദേശാഭിമാനി ടി കെ മാധവന്റെ ചെറുമകനാണ്. ബേബൻ എന്നാണ് അറിയപ്പെടുക. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇവരെല്ലാവരും കൂടെ താമസിച്ചിരുന്നത്. ആ കൂട്ടത്തിൽ കൈതപ്പുറം, പോൾ തച്ചിൽ, ശങ്കർ സെൻ, അങ്ങനെ പലരും അന്ന് അവിടെ നെടുമുടി വേണും അന്ന് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈയിടെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുഖതാവിൽ നിന്ന് തന്നെ ഒരു വിശദീകരണം എന്നോണം അന്നത്തെ ജീവിത കാലഘട്ടത്തെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതാണ് ഈ വീഡിയോയിൽ പുറകെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൽ അദ്ദേഹം പരാമർശിക്കുന്ന ബേബൻ എന്ന് പറയുന്നത് എൻ ഗംഗാധരൻ 1970 ഇലക്ട്രിക്കൽ, പോൾ തച്ചിൽ 1970 ഇലക്ട്രിക്കൽ തന്നെ, ശങ്കർ സെൻ 71 കെമിക്കൽ, ശ്രീ വി ബി ചെറിയാൻ 1969 ഇലക്ട്രിക്കൽ, പിന്നെ പറഞ്ഞ കെ പി ഉണ്ണികൃഷ്ണൻ 70 ഇലക്ട്രിക്കൽ തന്നെ. അദ്ദേഹം 5 വർഷത്തെ ഷോർട്ട് സർവീസ് കമ്മീഷന് ശേഷം തിരുവനന്തപുരത്ത് വന്ന് ഇവരൊന്നിച്ച് താമസിക്കുകയായിരുന്നു. ഇടയ്ക്കൊക്കെ അവരുടെ കൂടെ താമസിക്കാനും അവരുടെ ആതിഥ്യ മര്യാദ സ്വീകരിക്കാനും എനിക്കും അവസരമുണ്ടായിട്ടുണ്ട്. അതിൽ വളരെ രസകരമായ ഒരു കാര്യം, ഇവരൊക്കെ എഞ്ചിനീയർമാരും ഉദ്യോഗസ്ഥരും ഒക്കെ ആണെങ്കിലും അന്നത്തെ നിലയ്ക്ക് വരുമാനം കൂടുതലുണ്ടായിരുന്നത് കൈതപ്പുറം തിരുമേനിക്കാണ്. അദ്ദേഹത്തിന് ശാന്തിപ്പടിയിൽ നിന്ന് കിട്ടുന്ന 150 രൂപയും കൂടാതെ ദക്ഷിണയും ഒക്കെ ആയിട്ട് കുറച്ച് പൈസകളൊക്കെ കിട്ടുമായിരുന്നു. അപ്പൊ അതില് നമ്മുടെ ഈ ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ തിരിച്ചു വന്നിട്ട് അദ്ദേഹം ഒരു വരുമാന മാർഗം കണ്ടുപിടിച്ചത് എല്ലാ ബാറുകളിലും ചിപ്സ് ചെറിയ ചെറിയ പാക്കറ്റിലാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ വൈകുന്നേരം ഈ ചിപ്സിന്റെ പാക്കറ്റ് ഒട്ടിക്കലായിരുന്നു ഇവർക്കൊക്കെ കൂടെ ഉള്ളവരുടെ ഒരു പ്രധാന ജോലി. അത് എപ്പോഴും കാണുമ്പോഴും കൈതപ്പുറം വളരെ രസകരമായിട്ട് കാര്യം പറയാറുണ്ട്. ഈ വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പരാമർശിച്ചിട്ടുള്ള വിട്ടുപിരിഞ്ഞ ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ, വി ബി ചെറിയാൻ, എൻ ഗംഗാധരൻ, നെടുമുടി വേണു എന്നിവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കൈതപ്പുറത്തിന്റെ കുടുംബിനി ദേവിയർത്തിക്കും മകൻ ദീപാങ്കുരൻ, സ്നുഷ ദേവി ശരണ്യ, പൗത്രൻ ദേവാങ്ക്, രണ്ടാമത്തെ മകൻ ദുബായിലുള്ള ഡോക്ടർ ദേവദർശൻ എന്നിവർക്കെല്ലാം ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.
ഇപ്പൊ നിങ്ങളല്ല ഇനി തൃശ്ശൂർ വരുന്ന ഇവിടെ എന്തൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തൊരു അവാർഡ് ഇപ്പൊ കണ്ടല്ലോ ജോൺസൺ. അതെന്നാ 26-ാം തീയതി എവിടെ വെച്ചിട്ടാ അത് ടൗൺ ഹാൾ. ചെറിയാൻ നേരത്തെ ബി ചെറിയാൻ അല്ല അന്ന് സഹാബൂടെ ഇദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിട്ട് പോയി അല്ലേ? അതിലും വലിയ കഷ്ടത്തിന് എന്താ അറിയോ, ഇങ്ങനെ വീട്ടിൽ വന്ന് പിന്നെ ലീലടത്തിലെ ഇഡ്ഡലി കഴിക്കണം എന്ന് പറഞ്ഞു, ദോശ. അങ്ങനെ വന്നു, ദോശയൊക്കെ കഴിച്ചു പോയി. തൃശ്ശൂർ വന്നു. തൃശ്ശൂർ എൻ്റെ അവിടെ വന്നിട്ട് വേറെ ഒരു മാഷ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ഒക്കെ പോയി. അദ്ദേഹത്തിന്റെ 39ാമത്തെ വിവാഹ വാർഷികമാണ് അന്ന്. അപ്പൊ അവിടെ ഊണ് കഴിച്ചോണ്ടിരിക്കുമ്പോ അവര് വിളിച്ചു. പിന്നെ പറഞ്ഞു, ഞാനിപ്പോ ഏതായാലും കുറച്ച് വൈകും, നീ ഭക്ഷണം കഴിച്ചോ, നമുക്ക് 40 കാര്യമായിട്ട് ആഘോഷിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഒക്കെ പോയിട്ടാണ് തിരുവനന്തപുരത്ത് ഇതായി. പുള്ളി മരിക്കേണ്ട തലത്തല ദിവസം മറ്റേ എറണാകുളത്ത് ഹോസ്പിറ്റലിൽ ICU എന്നെ വിളിച്ചു. അല്ല മറ്റേ എനിക്ക് 2 കാര്യം ചെയ്തു തരണം എന്ന് പറഞ്ഞു. എന്താ ചോദിച്ചു? ഒന്ന് ലീലെടുത്തോട് പറഞ്ഞിട്ട് എനിക്ക് ദോശ ഉണ്ടാക്കി. 2 ആര്യശാലയിൽ ഒന്ന് കൂട്ടിയിട്ട് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു അതും ബുദ്ധിമുട്ടില്ല, 2 ഇവിടെ വരാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് 2 തിരുമേനി അന്ന് അവിടെ ചെല്ലുമ്പോഴേ പിന്നെ അന്ന് ഇവരാരൊക്കെയാ അന്ന് അവിടെ ഉണ്ടായിരുന്നത്? ബേബൻ, പോൾ തച്ചില്, സെന്ന്, പിന്നെ നെടുമുടി വേണമെന്ന് അവിടെ ഉണ്ടാ കൂടെ. പിന്നെ വേണു എന്റെ കൂടെ ഉണ്ടല്ലോ. നിങ്ങളുടെ അനിയനും ഉണ്ട്. അനിയൻ എത്തിയിട്ടില്ല, വേറെ അനിയനാണ്. അത് ശരി. ഇപ്പൊ മരിച്ചുപോയ അനിയനല്ല. ശരി. അല്ല വേറൊരു ഏട്ടന്റെ മോൻ എന്നെ സഹായിക്കാൻ വന്നിരുന്നു. അന്ന് അങ്ങ് എവിടെയാ, ഏത് അമ്പലത്തിലാ പോയിക്കൊണ്ടിരുന്നത്? എടപ്പഴഞ്ഞി. അവിടെയൊക്കെ ഇപ്പൊ ഈ നിങ്ങൾ ഇങ്ങനെ പ്രസിദ്ധരായതിനു ശേഷം അവിടെയൊക്കെ പോലുണ്ടോ? അല്ലെങ്കിൽ അവര് വിളിക്കോ വല്ലതും? അവിടെ വലിയ സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു. ശരി കഴിഞ്ഞ 2 കൊല്ലം. അന്ന് സ്ഥിരം ഇയാളുടെ ഒരു സ്കൂട്ടി ഉണ്ട്, ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ അല്ലേ? അതല്ല, ഉണ്ണികൃഷ്ണൻ അവിടെ വന്ന് പിന്നെ ഉപ്പേരി കുറവൊക്കെ ഉണ്ട്. അതെ, അതുണ്ടായിരുന്നു. അതല്ല, ഈ പിന്നെ നമ്മുടെ ബേബന്റെ ഗംഗാരന്റെ. അപ്പൊ അതില് വൈകുന്നേരം ആകുമ്പോ എന്നെ കൂട്ടി അവിടെ വരും. ശരി. 7:30 ആകുമ്പോഴേക്ക് എത്തും. എന്നിട്ട് എന്നെ കൂട്ടിയിട്ട് ഇവരുടെ ഒരു സങ്കേതമുണ്ട്, ഒരു ഹോട്ടലില്. അവിടെ പോയി എനിക്ക് പിന്നെ ചപ്പാത്തിയും ചപ്പാത്തിയും കുറുമയും അല്ല ഗ്രീൻ പീസ് കറി, വെജിറ്റേറിയൻ. എല്ലാരും വെജിറ്റേറിയൻ. അതെ, എല്ലാവിധ കണ്ടോണ്ടിരിക്കണം. അതിനെനിക്ക് ചെലവാ. ചെലവ് അല്ലല്ല, അവരുടെ കൂടെ ഇരുന്ന് കൊടുക്കുന്നതിന് അവര് ചെലവ് ചെയ്യണതാണ്. ആ ചെലവ് തക്കാളി ഫ്രൈ. 2 ചപ്പാത്തി. ഇതില് തന്റെ വേറൊരു രസം എന്താണെന്നറിയോ? അന്ന് അവിടെ താമസിക്കുന്നതില് ഇദ്ദേഹം വളരെ കഷ്ടിച്ച് അമ്പലത്തിന് പോകണം. ഇദ്ദേഹത്തിനാണ് വരുമാനം കൂടുതൽ അമ്പലത്തിൽ നിന്ന് അതുപോലെ ഇവരും വലിയ ശമ്പളമൊന്നും ഇല്ലാന്ന്. ബേബനുണ്ടായിരുന്നു. ബേബന് മാത്രമേ ഉള്ളൂ. അതെ, മറ്റവരൊക്കെ ഉണ്ണിക്കൊന്നുമില്ല. ഉണ്ണി റിട്ടേൺ തോന്നിക്കാണ്. ഷാപ്പില് ഉപ്പേരി വറുത്ത് കൊടുക്കണം. ഇതില് കൊടുത്തിട്ട് അതിന് കുടിക്കും. കുടിക്കാൻ്റെ അതുകൊണ്ട് ചക്കയോ എന്തെങ്കിലും വറുത്തിട്ട് ഞങ്ങളിത് പാക്ക് ചെയ്ത്. റിട്ടയേർഡ് ക്യാപ്റ്റനെ ജോലി ചെയ്യാത്തോണ്ട് അവന് പെൻഷനില്ല, 5 കൊല്ലം കഴിഞ്ഞ് ഇതാ കാരണം. അപ്പൊ ഒരു പണി കണ്ടുപിടിച്ചതാ എല്ലാ ബാറിലേക്കും കണ്ടു. എന്നിട്ട് എന്താ പണി? എന്നിട്ട് എന്താ അറിയോ, ഉപ്പേരിയൊക്കെ ഇങ്ങനെ അന്ന് ഇതുവരെ വന്നിട്ടില്ല, പാക്കറ്റിലാക്കിയിട്ട് പാക്കറ്റ് ഒട്ടിക്കലൊക്കെ പണി. കയ്യപ്പുറം നമ്പൂരി നെടുമുഴൊക്കെ ഇത് ഒട്ടിക്കുക. അയ്യോ, ഒരു കാലം തന്നെയല്ലേ. പക്ഷെ എന്തായാലും